നമസ്കാരം. ഞാൻ ഡോക്ടർ ദീന, ഡോക്ടർ സോമർവിൻ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജ് കാരക്കോണം കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. എല്ലാ കൊല്ലത്തെയും പോലെ ഈ കൊല്ലവും ലോകാരോഗ്യ സംഘടന ഒരു സന്ദേശം തന്നിട്ടുണ്ട്. ഈ കൊല്ലത്തെ സന്ദേശം എന്തെന്നാൽ, അവകാശങ്ങളുടെ പാത പിന്തുടരൂ, നമ്മുടെ ആരോഗ്യം നമ്മുടെ അവകാശം. കണക്ക് പ്രകാരം കേരളത്തിൻ്റെ HIV AIDS പ്രിവലൻസ് എന്ന് പറയുന്നത് 0.06 ആണ്. ഇത് പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കണക്കല്ല. എന്നാൽ അതിന് ബുദ്ധിമുട്ടായി നിൽക്കുന്ന കുറച്ചധികം ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത്, ഗവൺമെൻറ് ടെസ്റ്റിംഗ് ഫ്രീ ആയി കൊടുക്കുന്നെങ്കിലും പലരും ടെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ നേരത്തെ അസുഖം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ പോലെ തന്നെ ഒരു നോർമൽ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾ ഡയബറ്റീസിന് ഗുളിക കഴിക്കുന്ന പോലെ ലൈഫ് ലോങ് ജീവിതകാലം മുഴുവൻ കഴിക്കുന്ന പോലെ HIV ഉള്ള ആളും ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. വേറൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ആൾക്കാർ അനുഭവിക്കുന്നത് ഒരു സോഷ്യൽ സ്റ്റിഗ്മ. അതായത് HIV എപ്പോഴും കിട്ടുന്നത് ഒരു ഹൈ റിസ്ക് ബിഹേവിയറാണ്. അപ്പം ഒന്നുകിൽ ഒരു മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് അഥവാ ഒന്നിലധികം ലൈംഗിക പങ്കാളികളുള്ളവർ, അതല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഡ്രഗ് യൂസേഴ്സ്, ഡ്രഗ്സ് എടുക്കുന്നവർ, ഇവരിലൊക്കെയാണ് കൂടുതൽ. പിന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കൊക്കെ വരാം. ഇതൊക്കെയാണ് കൂടുതലായി കാണുന്നത്. അപ്പോൾ അത് ബാക്കിയുള്ളവരറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം, അതൊക്കെ ഭയന്ന് പലരും ടെസ്റ്റ് ചെയ്യത്തില്ല. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഘടകം എന്ന് പറയുന്നത് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ബാക്കിയുള്ളവർ എന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമോ? അതായത് ഇപ്പം ഒരാൾ HIV ഉള്ള ആളിൽ നിന്നും പകരുമോ, അയാളുടെ അടുത്തിരുന്നാൽ പകരുമോ, അയാളുമായി ഒരു പാത്രത്തിൽ നിന്ന് ആഹാരം കഴിച്ചാൽ പകരുമോ, അയാളെ കടിച്ച കൊതു വന്ന് കടിച്ചാൽ പകരുമോ, അങ്ങനെയുള്ള സംശയങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ തികച്ചും അന്ധവിശ്വാസങ്ങൾ. അങ്ങനെയൊന്നും പകരത്തില്ല HIV എന്ന് പറയുന്ന രോഗം. അപ്പോൾ WHO ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ, യാതൊരു വിവേചനവും കൂടാതെ അയാളുടെ HIV സ്റ്റേറ്റസ്, അല്ലെങ്കിൽ ആണാണോ പെണ്ണാണോ, ഇല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്നു, അതൊന്നും ഒരു ഘടകമായി എടുക്കാതെ എല്ലാവർക്കും ഒരുപോലെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ നമുക്ക് HIV പ്രതിരോധിക്കാൻ സാധിക്കും. നന്ദി.